നമസ്കാരം. 24ന്റെ പ്രിയ പ്രേക്ഷകർക്ക് വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ചയാണ്, കന്നിമാസം 10-ാം തീയതി. മഴയടക്കം ഒരുപാട് വാർത്തകളുണ്ട്. ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലർട്ടുണ്ട് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ. അങ്ങനെ പുതിയ അപ്ഡേറ്റ്സ്, ഈ ദിവസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ മോർണിംഗ് ന്യൂസിലുണ്ടാവും. പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മോർണിംഗ് ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സലീം മാലിക്കുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും. ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എങ്ങനെ? ഇന്നലെ തിരുവനന്തപുരം നഗരസഭയൊക്കെ മുന്നൊരുക്കങ്ങൾ, മുൻകരുതൽ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. എന്താണ് നഗരത്തിലെ അടക്കം സാഹചര്യം? ഗോകുൽ, അതിശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന് സമാനമായി തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഗോകുലും കാണാൻ കഴിയുന്നുണ്ട്, തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ നിലയിൽ ഇതേ ശക്തിയിൽ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അത് പുലർച്ചെ ആകുന്തോറും ആ മഴയ്ക്കുള്ള കടുപ്പം കൂടി വരികയാണ്. അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ ലഭിക്കുന്നത്. ഇന്നലെയും സമാനമായിരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലാണ് ഇന്നലെയും സമാനമായ രീതിയിൽ ശക്തമായ മഴ പെയ്തത്. ഇന്ന് ഈ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിലും, ഒപ്പം ഇടുക്കി, എറണാകുളം, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശനിയാഴ്ചയോടുകൂടി ഈ മഴ വടക്കൻ കേരളത്തിൽ കൂടി ശക്തി പ്രാപിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. 3 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്. ഈ കാലവർഷം ആരംഭിച്ചത് മുതൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ചത് വടക്കൻ കേരളത്തിലായിരുന്നു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമ്പോഴും തെക്കൻ കേരളത്തിൽ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. മധ്യ കേരളത്തിലും ഭേദപ്പെട്ട മഴ ലഭിച്ചപ്പോഴും കാലവർഷ ഇത്തവണത്തെ ജൂണിന് ശേഷം തെക്കൻ കേരളത്തിലായിരുന്നു മഴ കുറവ് ലഭിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ പരാതി തീർക്കും വിധം കഴിഞ്ഞ ദിവസങ്ങളിലായി തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കുന്നത്. ഇന്നതിൻ്റെ ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും രാവിലെ 10 മണിയോടുകൂടി പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും. അപ്പോഴേക്കും അത് റെഡ് അലർട്ട് ആകുമോ എന്നുള്ള സ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റും ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പ്രവചിച്ചിരുന്നു. ഇപ്പോഴത് ആ നിലയിലുള്ള കാറ്റ് ലഭിക്കുന്നുമുണ്ട്, പലയിടങ്ങളിൽ ലഭിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ മഴക്കെടുതികളും രൂക്ഷമാണ്. ചിലയിടങ്ങളിൽ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടമുണ്ടെങ്കിൽ അതിനായുള്ള ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മഴയ്ക്ക് ശമനം വരുന്നത് വരെയുള്ള ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് നിലവിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നിലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലവിൽ തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം രാവിലെ 10 മണിയോടുകൂടി വരുന്ന പുതുക്കിയ മുന്നറിയിപ്പിൽ മറ്റേതെങ്കിലും ജില്ലകൾ കൂടി കൂടുമോ, ഒപ്പം തന്നെ യെല്ലോ മുന്നറിയിപ്പ് റെഡ് അലർട്ട് ആകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നോക്കുകയാണ്. സലീം, എവിടെയെങ്കിലും എന്തെങ്കിലും നാശനഷ്ടങ്ങളോ നഗരത്തിൽ വെള്ളക്കെട്ടോ പോലെയുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടോ? ഗൂഗിൾ, ഇന്നലെ രാത്രി വരെയും ആ നിലയിലുള്ള നാശനഷ്ടങ്ങൾ, മരമൊടിഞ്ഞു വീഴുകയും വൈദ്യുതി തടസ്സം പോലെയുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ രാവിലെയോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തത വരും. കുറച്ചുകൂടി പുലർന്നതിന് ശേഷം ഏതെങ്കിലും നിലയിൽ അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വെള്ളക്കെട്ട് സ്വാഭാവികമായും തിരുവനന്തപുരം നഗരത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. അത് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതി തിരുവനന്തപുരത്തിൻ്റെ പലയിടത്തുമുണ്ട്. സമാനമായ വെള്ളക്കെട്ട് ഇപ്പോഴും രൂപപ്പെട്ടിട്ടുള്ളത് വലിയ വെള്ളക്കെട്ടായി മാറുകയും ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് കാണേണ്ടതാണ്. നിലവിൽ അത്തരത്തിലൊരു സ്ഥിതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ എവിടെയെങ്കിലും മഴക്കെടുതി മൂലം മരമൊടിഞ്ഞു വീഴുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ എന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിനൊക്കെയും സാധ്യതയുണ്ട്. കാരണം വലിയ കാറ്റും ഇന്നലെ മുതൽ തന്നെ വീശിയടിക്കുന്നുണ്ട്. ഗോകുൽ, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ തന്നെ സലീം നിൽക്കുന്നിടത്ത് മഴയുടെ കാഠിന്യം എത്ര ശക്തമാണെന്ന് വ്യക്തമാണ്. ഏതായാലും നഗരത്തിനടക്കം ചെറിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് മഴ കനക്കും. 10 മണിയോടുകൂടി മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ മഴയാണ് പല ജില്ലകളിൽ ലഭിക്കുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കാസർഗോഡ് 4-ാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗം സജീഷാണ് മരിച്ചത്.
പുലർച്ചെ മയക്കുമരുന്ന് കേസിലെ അന്വേഷണത്തിനിടെയാണ് അപകടം. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, സങ്കടകരമായ വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. ഈ അന്വേഷണത്തിനിടയിലെ അപകടം എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ടോ? കഴിഞ്ഞ ദിവസം ബേക്കൽ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡൻസ സംഘം ഒരു MDMA പിടിച്ചിരുന്നു. ഒരു MDMA കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഈ സംഘം എത്തിയത്. രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡൻസ സ്ക്വാഡിലുള്ള സജീഷ്, കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരു പോലീസുകാരനായ സുഭാഷ് ചന്ദ്രൻ എന്നിവരായിരുന്നു. ഇരുവരും ഒരു മാരുതി കാറിൽ ഈ 4 മൈൽ എന്ന സ്ഥലത്തേക്ക് എത്തി. 4 മൈൽ എന്ന സ്ഥലത്തെ അണ്ടർപാസ്, അതായത് ദേശീയപാത 66ന്റെ അടിയിലൂടെയുള്ള അണ്ടർപാസിൽ കയറി എതിർ ദിശയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറിയത്. അപ്പോൾ തന്നെ സജീഷിന്റെ മരണം സ്ഥിരീകരിച്ചു. സുഭാഷിനെ ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. സുഭാഷിനെ ചെങ്കളയിലെ EK നായനാർ ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ദാരുണമായ അപകടമാണ്. പുലർച്ചെ 2:45 കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. 2 പോലീസുകാരും കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്തേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ, ശരി, കാസർഗോഡ് ഡ്യൂട്ടിയിലായിരുന്ന പോലീസുകാരാണ്, ഡിവൈഎസ്പിയുടെ ഡാൻസപ്പ് സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാരാണ് ഇതുപോലെ ഇത്തരത്തിൽ കാർ അപകടത്തിൽ മരിച്ചത്. ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരു പോലീസുകാരൻ മരിച്ചു, മറ്റൊരു പോലീസുകാരന് ഗുരുതരമായ പരിക്കുകളുമുണ്ട്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാനെ കൊച്ചിയിലെത്തിച്ചു. ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചത്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഷാജഹാൻ അറസ്റ്റിലായത്. ഇന്ററോഗേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാനുള്ള അപ്പം പറയാനെല്ലാം ഉണ്ട്, ഒരുപാട് പറയാം. എല്ലാം തിരിച്ചു വരുമ്പോൾ പറയാം. പിണറായി വിജയനിട്ട് തിരിച്ചു വരുമ്പോൾ പറയാം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, മുമ്പ് തിരുവനന്തപുരത്തെ ഷാജഹാന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യൽ, അതിനുശേഷം മൊബൈൽ ഫോൺ പിടിച്ചെടുക്കൽ, കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യൽ, ഇപ്പോൾ അറസ്റ്റും ഉണ്ടായിരിക്കുന്നു. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്താണ്? ഷാജഹാൻ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ പറയാനുണ്ട് എന്ന്. നിലവിൽ ഷാജഹാൻ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിലാണ് സൈബർ പോലീസ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. പ്രധാനമായും KJ ഷൈൻ നൽകിയ ആദ്യ പരാതിയിൽ ഷാജഹാനെയും അതോടൊപ്പം ഗോപാലകൃഷ്ണനെയും പ്രതിയാക്കിയാണ് കേസെടുത്തത്. പിന്നാലെ ഷാജഹാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഷാജഹാന്റെ മെമ്മറി കാർഡ് അടക്കം പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പോയ ശേഷവും ഷാജഹാൻ വീണ്ടും KJ ഷൈനെതിരെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടുകൂടി KJ ഷൈൻ സൈബർ പോലീസിൽ ഷാജഹാനെതിരെ വീണ്ടും പരാതി നൽകി. ആ പരാതിയിന്മേലാണ് ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി KJ ഷൈന്റെ പരാതിയിൽ ഷാജഹാനെ തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. വിഷ്ണു, ഒരു കാര്യം ഇടപെട്ട് ചോദിക്കട്ടെ. മുമ്പ് ഈ ആദ്യഘട്ടത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്, ഈ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഷെയർ ചെയ്ത ഷാജഹാന്റെ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ചിത്രീകരിച്ച ഡിവൈസ് ഇതൊക്കെ കണ്ടെടുക്കാൻ പോലീസിനായിട്ടുണ്ടോ? അത് മുമ്പ് പിടികൂടിയ ഐഫോൺ അതുപയോഗിച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പോലീസിന് ശാസ്ത്രീയമായി ഉറപ്പിക്കാനായോ? ആ കേസിലെ നടപടികളും എന്തായി എന്ന് പറയുമോ? ഗൂഗിൾ ശാസ്ത്രീയമായി ഉറപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായി അതിൽ വിശദമായ പരിശോധനകൾ വേണം. അതിന് അദ്ദേഹത്തിൻ്റെ ഫോണും അതോടൊപ്പം തന്നെ നേരത്തെ ഈ മെമ്മറി കാർഡ് അടക്കമുള്ള വസ്തുക്കൾ ഷാജഹാൻ തന്നെ നേരിട്ട് പോലീസിന് മുൻപാകെ ഹാജരാക്കുകയും പോലീസ് അത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷാജഹാൻ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കാരണം ആദ്യ കേസിൽ 2ാം പ്രതിയാണ് ഷൈൻ ടീച്ചർ നൽകിയ. അതിന് പിന്നാലെ ഷാജഹാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ചോദ്യം ചെയ്യൽ നേരിട്ടിരുന്നു. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. പിന്നാലെ ഷാജഹാനെ വിട്ടു. ഷാജഹാൻ വീണ്ടും തിരുവനന്തപുരത്തെത്തി മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി KJ ഷൈനെതിരെ. ആ ഘട്ടത്തിലാണ് 2ാമതൊരു പരാതി ഷാജഹാനെതിരെ KJ ഷൈൻ സൈബർ പോലീസിൽ നൽകിയത്. ആ പരാതിയിന്മേൽ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അടിയന്തരമായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പശ്ചാത്തലത്തിൽ
ഷാജഹാന് ജാമ്യമടക്കം നിഷേധിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇന്നലെ ഒരു 3 മണിയോടുകൂടിയാണ് ഷാജഹാനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അന്ന് അദ്ദേഹം അപ്പോൾ ആ സമയത്ത് പ്രതികരിച്ചതാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. താൻ പുറത്തിറങ്ങി വരുമ്പോൾ, ഇൻട്രോഗേഷന് ശേഷം പുറത്തിറങ്ങി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം, പിണറായി വിജയനെതിരെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പോസ്റ്റ് ചെയ്യും എന്ന നിലപാടാണ് ഷാജഹാൻ വ്യക്തമാക്കുന്നത്. അന്വേഷണ സംഘമാകട്ടെ ഷാജഹാനെ പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ച് പ്രാഥമികമായി ഷാജഹാനെ ജാമ്യമടക്കം തടയുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കാരണം നിരന്തരമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളെ സ്വാഭാവികമായും ജാമ്യം തടയാനുള്ള സാഹചര്യം ഉണ്ട്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ ഇത്തരത്തിൽ നിരന്തരമായും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. സമാനമായ ആക്ടുകളൊക്കെ ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷാജഹാനെ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു സൈബർ പോലീസ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും KM ഷാജഹാനെ രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആദ്യ കേസ് അധിക്ഷേപം വീഡിയോ, അതിന് പിന്നാലെ വീണ്ടും ഒരു വീഡിയോ വരുന്നു. അങ്ങനെ ഹാബിച്വൽ ഒഫൻഡർ എന്ന നിലയിലേക്ക് പോലീസ് പരിഗണിച്ചുകൊണ്ട് ആ നിലയിൽ ഉള്ള കേസിലേക്ക് നടപടികളിലേക്ക് പോവുകയാണ്. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു വിവരങ്ങൾ പിന്നാലെ വരും. പ്രതികരിക്കാനുണ്ട് എന്നാണ് ഷാജഹാൻ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയ NSSനെ കൂടുതൽ അടുപ്പിച്ചു നിർത്താനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ NSS പിന്തുണ ഏറെ നിർണായകമാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. വിവാദങ്ങൾക്കിടെ മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നു മുതൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തേക്കും. അതേസമയം DYFI BJP സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കും. ഷാഫി പറമ്പിൽ MPക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും രംഗത്തെത്തി. വയനാട്ടിലെ കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാകും DCC അധ്യക്ഷനായി ചുമതലയേറ്റ TJ ഐസക്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അനുഭവ സമ്പത്തുകൊണ്ട് ഐസക്കിന് വിഭാഗീയ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ദീർഘകാലം DCC അധ്യക്ഷനും മുതിർന്ന നേതാവുമായ ND അപ്പച്ചന് ഉചിതമായ രീതിയിലല്ല അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നുണ്ട്. ബാധ്യതകൾ കൊടുത്തു തീർത്തതോടെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് വിരാമമായി. വിഭാഗീയത കത്തിപ്പടരുകയും നേതാവിനെ കള്ളക്കേസിൽ കുടുക്കുകയും ഒരു നേതാവിന്റെ ആത്മഹത്യയിലേക്കും എത്തിച്ച മുള്ളൻകൊല്ലിയിലും നേതൃത്വത്തിന്റെ കടിഞ്ഞാണുണ്ടായി. കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ DCC ജനറൽ സെക്രട്ടറിക്ക് മണ്ഡലത്തിന്റെ പൂർണ്ണ ചുമതല നൽകി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ND അപ്പച്ചന്റെ രാജി. നേതാക്കൾ സമ്മർദ്ദം സൃഷ്ടിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. 14 വർഷത്തോളം ജില്ലയിലെ പാർട്ടിയെ നയിച്ച അപ്പച്ചന് ഉചിതമായ ഒരു യാത്രയപ്പല്ല നൽകിയതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു എന്നവകാശപ്പെടുമ്പോഴും അധ്യക്ഷനായി ചുമതലയേറ്റ TJ ഐസക്കിന് മുന്നിൽ വെല്ലുവിളികളേറെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലാകും വിഭാഗീയ പ്രവണത കരുത്താർജിക്കുക. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നേതാക്കൾ തമ്മിൽ രൂക്ഷമായ ഭിന്നതയുണ്ട്. ഗ്രൂപ്പുകൾക്കുള്ളിലെ ഗ്രൂപ്പുകളാണ് പ്രതിസന്ധി. ഇതിനെയെല്ലാം തരണം ചെയ്തു വേണം സംഘടനയെ മുന്നോട്ട് നയിക്കാൻ. ഐസക്കിന്റെ സൗമ്യതയും കണിശതയും ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നേതാക്കൾ. ഐസക്കിനൊപ്പം DCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്ന പേരാണ് മീനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KE വിനയന്റേത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ വിനയനും വലിയ ബഹുജന പിന്തുണയുണ്ട്. AICC നേതൃത്വത്തിന്റെ കർശനമായ ഇടപെടലാണ് TJ ഐസക്കിന്റെ പേരിലേക്ക് ചുരുങ്ങാൻ കാരണം. AICC അംഗത്വം നൽകി ND അപ്പച്ചനെ അനുനയിപ്പിക്കാനാണ് നേതൃത്വം ശ്രമിച്ചത്. അപ്പച്ചന് ഒപ്പം നിൽക്കുന്നവർക്ക് നിലവിലെ രീതിയിൽ കടുത്ത അമർഷമുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് സൂചന. 24 വയനാട്. ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് കടത്തിയ വാഹനങ്ങൾക്കായുള്ള കസ്റ്റംസ് പരിശോധന ഇന്നും തുടരും. 3 ദിവസത്തെ പരിശോധനയിൽ ഇതുവരെ 38 കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. കസ്റ്റംസിന്റെ സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിലുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇറക്കി പരിശോധന ശക്തമാക്കും. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ ലാൻഡ് ക്രൂയിസർ ഉടമ മൂവാറ്റുപുഴക്കാരൻ മാഹിൻ അൻസാരി ഇന്ന് കസ്റ്റംസിന് മുന്നിൽ ഹാജരായേക്കും. ഭൂട്ടാൻ വാഹന കേസിലെ തുടരന്വേഷണത്തിൽ ഭയമില്ലെന്ന് നടൻ അമിത് ചക്കാലക്കൽ. കസ്റ്റംസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കി. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടേത് അനുഭാവപൂർണമായ സമീപനം. ആദ്യഘട്ടത്തിൽ കേസിനെ കുറിച്ച് നല്ല ഭയമായിരുന്നു. ഇപ്പോൾ തനിക്ക് പേടിക്കാനൊന്നുമില്ലെന്നും അമിത് ചക്കാലക്കൽ 24നോട് പറഞ്ഞു.
ഞാൻ 100% സഹകരിക്കാതെ ഞാൻ ഈ ലോകത്ത് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഞാൻ? കാര്യം അത് ഈ വാഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് സാധനം വരുന്നതിനും അൾട്ടിമേറ്റ് ജഡ്ജിങ് ബോഡി അവരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ തെറ്റുകളുണ്ടായിരുന്നു, എനിക്കറിയാത്ത ഞാൻ ധരിച്ചിരുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് ചെന്ന് ഒരു പ്രാവശ്യം പെട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന്. സോ ദേ ഗൈഡഡ് മീ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാം, അല്ലെങ്കിൽ പഴയ ഓണേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. പക്ഷെ അവർക്ക് വേണ്ട അതല്ല. അവർക്ക് വേണ്ടത് ഇന്ത്യയിലോട്ട് വന്നേക്കുന്നതിൻ്റെ എൻട്രി ഡോക്യുമെൻ്റ് കാര്യങ്ങളാണ്. ഭൂട്ടാൻ വെഹിക്കിൾസ് ഈ വർഷങ്ങളല്ലേ ഇമ്പോർട്ടഡ് ആയത്, അല്ലെങ്കിൽ ഇത് കള്ളക്കടത്തിയത്. എൻ്റെ വർഷം ഇത്ര വർഷം മുമ്പുണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചാൽ അന്നും കള്ളക്കടത്തിയെ കൊണ്ടുവന്നതെന്ന് നല്ലതെന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോൾ അതാണ് ഈ എൻട്രി ഡോക്യുമെൻറ്റ്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, അമിത് ചക്കാലക്കൽ ആത്മവിശ്വാസത്തിലാണ്. കാരണം അമിത്തിന്റെ കൈവശമുള്ള, അമിത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം സംബന്ധിച്ച് എല്ലാ രേഖകളും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കസ്റ്റംസ് അമിത്തിന്റെ ഗ്യാരേജിലുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെ കൂടി അത് വന്ന വഴി കൂടിയാണല്ലോ അന്വേഷിക്കുന്നത്. ആ കാര്യത്തിൽ അമിത്തിന് പ്രത്യേകിച്ച് ബാധ്യതയുണ്ടോ ഇത് വന്ന വഴി പറയാൻ? അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വിദഗ്ധ ഉപദേശം തേടുന്ന ഒരാൾ കൂടിയാണ് അമിത് ചക്കാലക്കൽ. നടൻ എന്നതിലുപരി ഈ മേഖലയിൽ കുറെ കാലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ. അമിത് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കാരണം അമിത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു വാഹനമാണ്. അത് 1999 മുതൽ ഇന്ത്യയിലുള്ള വാഹനമാണ്. കഴിഞ്ഞ 5 വർഷമായി അമിത് ഉപയോഗിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ തന്റെ പക്കലുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അമിത് പ്രകടിപ്പിക്കുന്നത്. ഒപ്പം നേരത്തെ 6 മാസം മുൻപ് കസ്റ്റംസ് ഇതേ രീതിയിലൊരു പരിശോധന നടത്തുകയും അമിത്തിനോട് രേഖകൾ ഹാജരാക്കാൻ പറയുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ പ്രകാരം രേഖകളൊക്കെ ഹാജരാക്കിയിരുന്നു. ഒപ്പം ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അമിത്തിന്റെ കെയർ ഓഫിൽ വന്ന ഏകദേശം 6ഓളം വരുന്ന വാഹനങ്ങൾ ഗ്യാരേജിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകൾ കൂടി ഹാജരാക്കേണ്ട ചുമതല നിലവിൽ അമിത്തിനാണ്. അപ്പോൾ ആ വാഹനങ്ങൾക്ക് എന്ത് രേഖകളാണ് ഉള്ളത് എന്നൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് അമിത്തിന് സംശയനിഴലിൽ കസ്റ്റംസ് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യവും. അതിൻ്റെ രേഖകൾ കൂടി ലഭിച്ച ശേഷം മാത്രമേ അമിത്തിന് ഒരു ക്ലീൻ ചീറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അമിത് പറയുന്നതനുസരിച്ച് ആ വാഹനങ്ങൾക്കും കൃത്യമായ രേഖകളുണ്ട്. അത് തൻ്റെ സുഹൃത്തുക്കളുടെ വാഹനങ്ങളാണ്. തനിക്ക് ഈ വാഹനം ഓൾട്ടറേഷനുമായി ബന്ധപ്പെട്ട്, നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ താൻ അതിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് അവർ തൻ്റെ പക്കൽ ഏൽപ്പിച്ച വാഹനങ്ങളാണ്. അതല്ലാതെ തനിക്ക് ആ വാഹനങ്ങളുമായി ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. എന്നാൽ പോലും കസ്റ്റംസ് പറഞ്ഞതനുസരിച്ച് തൻ്റെ കെയർ ഓഫിൽ വന്ന വാഹനം ആയതനുസരിച്ച് അതിൻ്റെ രേഖകളൊക്കെ ഹാജരാക്കാൻ താൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. താൻ മനഃപൂർവ്വമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അറിയാതെ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും എന്നാണ് അമിത് പറയുന്നത്. പക്ഷേ കസ്റ്റംസ് ഇപ്പോഴും അമിത്തിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ അമിത്തിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിലേക്ക് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകും. 150 മുതൽ 200 വാഹനം വരെയാണ് കേരളത്തിലേക്ക് ഈ ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട് എത്തിയെന്നാണ് നിലവിൽ കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതിൽ 38 മാത്രം പിടിച്ചെടുക്കാനാണ് ഇതുവരെ കസ്റ്റംസിന് ആയിട്ടുള്ളത്. ആ പിടിച്ചെടുത്ത 38 ഇത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനും കസ്റ്റംസിന് ആയിട്ടില്ല. കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ്. 3 ദിവസം കൂടി ആ പരിശോധന തുടരുമെന്ന് ലഭ്യമാകുന്നു. ശക്തമായൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു. കോടികളുടെ നികുതി വെട്ടിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പ്രധാനികളിലേക്ക് എത്താൻ കസ്റ്റംസ് ശ്രമിക്കുന്നുണ്ട്. കസ്റ്റംസിനെ സംബന്ധിച്ച് ഒരു പിടിവള്ളിയായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഫസ്റ്റ് ഓണർ കാറാണ് കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ. അത് മൂവാറ്റുപുഴ സ്വദേശിയാണ്. അയാളോട് നിന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാളിൽ നിന്ന് പ്രധാനപ്പെട്ട ലീഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നാണ് കസ്റ്റംസിന്റെ പ്രതീക്ഷ. ഗോകുൽ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചെത്തിച്ച കാറുകളെ സംബന്ധിച്ചുള്ള അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. ഇന്ന് ഏതായാലും മൂവാറ്റുപുഴ സ്വദേശിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ കാറിലാണ് ഏറ്റവും അധികം സംശയം, ദുരൂഹത കസ്റ്റംസിന് ഇപ്പോൾ ഉള്ളതും. അമിത് ചക്കാലക്കലടക്കം നടൻ അമിത് പറയുന്നത് തൻ്റെ പക്കലുള്ള വാഹനത്തിൽ പൂർണ്ണ ആത്മവിശ്വാസം, അതിൻ്റെ രേഖകളുണ്ട് എന്നതാണ്. പാർട്ടി കോൺഗ്രസ് പൂർത്തിയായെങ്കിലും പ്രായപരിധി മാനദണ്ഡം നേതൃത്വത്തിന് വരും ദിവസങ്ങളിലും തലവേദനയാകും. പാർട്ടി കോൺഗ്രസിൽ പോലും പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചത് കേരള പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് വീണ്ടും ഊർജ്ജം നൽകും. പദവി ഒഴിയുന്ന മുതിർന്ന നേതാക്കൾക്ക് ഘടകം പോലെ നിശ്ചയിക്കാത്തതും പാർട്ടിയിൽ പ്രതിസന്ധിക്കിടയാക്കും. ചണ്ഡീഗഡിൽ 25ാം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ ഇടതു രാഷ്ട്രീയം ഉറ്റുനോക്കിയത് പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുമോ എന്നതാണ്. മാനദണ്ഡം കേരളത്തിൽ കർശനമായി നടപ്പാക്കിയതിന്റെ അലയൊലികൾ അടങ്ങും മുമ്പ് ചേർന്ന പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിക്ക് വേണ്ടി കേരള ഘടകം ശക്തിയുക്തം വാദിച്ചു. പൊതുചർച്ചയിൽ കേരളം നിലപാട് വ്യക്തമാക്കിയെങ്കിലും ദേശീയ എക്സിക്യൂട്ടീവിൽ വഴങ്ങി. ദേശീയ കൗൺസിൽ തിരഞ്ഞെടുപ്പിനിടെ പോലും പതിവില്ലാത്ത വിധം പ്രതിഷേധമുയർന്നത് പ്രായപരിധിയുടെ പേരിലാണ്. ഡി രാജയ്ക്ക് മാത്രമല്ല, ദേശീയ കൗൺസിലിലും കൺട്രോൾ കമ്മീഷനിലും ചിലർക്ക് ഇളവുകൾ കിട്ടിയതാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്.
കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് പുറമെ ബീഹാർ ഘടകത്തിൽ നിന്നടക്കം ശബ്ദമുയർന്നു. പാർട്ടി കോൺഗ്രസിൽ വരെ ഇളവുകൾ അനുവദിച്ചതോടെ കേരളത്തിൽ നിന്നും പ്രായപരിധിയുടെ പേരിൽ പുറത്തു പോകേണ്ടി വന്ന EK ഇസ്മായിൽ അടക്കമുള്ള നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരം മുട്ടും. ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും സ്വയം മാറിയതുകൊണ്ടൊന്നും ആ വിമർശനങ്ങളുടെ മുനയൊടിക്കാനാകില്ല. പതിറ്റാണ്ടുകൾ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മുതിർന്ന നേതാക്കൾ പദവി ഒഴിയുമ്പോൾ ഘടകമില്ലാതെ പാർട്ടി അംഗമായി മാറുന്ന പ്രതിസന്ധിയും പാർട്ടിയെ അലട്ടും. പാർട്ടി പരിപാടി നവീകരണത്തിനായുള്ള കമ്മീഷൻ ഇക്കാര്യം പരിഗണിക്കുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. 24 ചണ്ഡീഗഡ്. മഴയുടെ വാർത്തയെ തുടർന്ന് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അവധി ഉണ്ടോ എന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത മഴയാണ്, യെല്ലോ അലർട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയും ഇന്നും ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിരുവനന്തപുരത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുന്നു. ആവശ്യമായ നടപടികളെടുക്കാൻ കളക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശവുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രായപരിധിയിൽ ഇളവ് നൽകി D. രാജയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചതിൽ CPI സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി. KE ഇസ്മായിൽ, C. ദിവാകരൻ പക്ഷത്തുള്ള നേതാക്കൾക്കാണ് അതൃപ്തി. 75 വയസ്സ് പ്രായം കടന്നതിന്റെ പേരിൽ നേതൃനിരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരോട് എന്ത് മറുപടി പറയുമെന്ന ചോദ്യമാണ് നേതൃത്വത്തിന് നേരെ ഉയരുന്നത്. വിജയവാഡ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനത്തിൽ വെള്ളം ചേർത്തു എന്ന വിമർശനവും ശക്തമാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും തെരഞ്ഞെടുക്കുന്നതിനായി ഒക്ടോബർ 1 ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ ഇക്കാര്യം ഉന്നയിക്കപ്പെടും. തിരുവനന്തപുരം മൊട്ടമൂട് അംഗനവാടി ടീച്ചർ കുഞ്ഞിനെ ക്രൂരമായി മുഖത്തടിച്ച സംഭവത്തിൽ ഇന്ന് പോലീസ് കേസെടുത്തേക്കും. കുഞ്ഞുമായി ആശുപത്രിയിലുള്ള പിതാവ് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. അംഗനവാടി ടീച്ചറായ പുഷ്പകലയ്ക്കെതിരെയാണ് പരാതി. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലീം, ഇന്നലെ അങ്ങേറ്റം സങ്കടപ്പെടുത്തുന്ന ആ വാർത്ത, ആ കുഞ്ഞിന്റെ ചിത്രമടക്കം 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതേ തുടർന്ന് കാര്യമായ നിയമ നടപടിയിലേക്ക് പോകാൻ ഈ കുടുംബത്തിന് ഇന്നലെ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നു. ആ സമയം മുതൽ ഇന്നലെയും അവർ ആശുപത്രിയിലായിരുന്നു അച്ഛനും അമ്മയെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പോലീസിലേക്ക് പരാതിയുമായി പോകുമ്പോൾ ഈ ടീച്ചർക്കെതിരെ എന്തെങ്കിലും നടപടി ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഗൂഗിൾ നിലവിൽ ഇതുവരെയും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുൻപ് സംഭവിച്ച ഈ വിഷയത്തിൽ ഇത് പരാതി പോലും ഇല്ലാതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, പല ഭാഗത്തു നിന്നും നടന്നിരുന്നു. പക്ഷേ 24 ആണ് ആ നീക്കങ്ങളെ പൊളിച്ചത്. 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ആ കുടുംബവും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അത് പുറം ലോകം അറിയാതെ പോകുമായിരുന്ന ആ വിഷയമാണ് 24 പുറത്തെത്തിച്ചത്. പിന്നാലെ ഇന്ന് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നിലവിൽ ആ കുടുംബം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിനാലാണ് ആ കുടുംബത്തിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാഞ്ഞത്. ഇന്ന് പിതാവ് രാവിലെ എത്തി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. അംഗനവാടി ടീച്ചറായ പുഷ്പകലയ്ക്കെതിരെയാണ് പരാതി നൽകുന്നത്. കുഞ്ഞിന് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ മുഖത്തടിച്ച പാടുൾപ്പെടെ ഉണ്ടായിരുന്നു. അത് കൊടും ക്രൂരത എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു 2.5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിന്റെ മുഖത്ത് നല്ല ചുവന്ന പാട് കിടക്കുന്നതും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെളിവുകൾ നിരവധി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ നടപടി ഒഴിവാക്കുക എന്നുള്ളത് ഇനി സാധ്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ന് തന്നെ ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സ്വമേധയാ കേസെടുക്കുന്ന ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. അതിന് പിന്നാലെ തന്നെ പോലീസിൽ ബാലാവകാശ കമ്മീഷൻ വിശദീകരണം കൂടി തേടിയാൽ എന്തായാലും ഈ ജോലി പുഷ്പകല എന്ന അധ്യാപികയ്ക്ക് ജോലി തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആദ്യം തൈക്കാട് ആണ് ഈ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലായിരുന്നു ഈ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചത്. പിന്നാലെ വിദഗ്ധ പരിശോധനയ്ക്കായി SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞ്. എന്തായാലും ഇന്ന് നിയമ നടപടി ആരംഭിച്ച ഉടൻ തന്നെ പോലീസും ആ വിഷയത്തിൽ ഇടപെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗോകുൽ, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകി. 2.25 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മുഖത്താണ് ആ ടീച്ചർ അടിച്ചത്. എന്തായാലും നടപടി ഉണ്ടാവട്ടെ. കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പരാതി അടക്കം നൽകാൻ ഇന്ന് പിതാവ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയേക്കുമെന്ന് സൂചന. സോനം വാങ്ചുക്കിന്റെ NGO വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുക. ഫെമ ആക്ട് അനുസരിച്ചാണോ ഫണ്ട് സ്വീകരിച്ചതെന്നും അന്വേഷണ സംഘം പരിശോധിക്കും. വിനീത VG ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, ഈ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോയതിന് പിന്നാലെ സത്യാഗ്രഹം പിൻവലിച്ചിരുന്നു സോനം വാങ്ചുക്. പക്ഷേ അദ്ദേഹത്തിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. എന്താണ് നിലവിൽ ലഡാക്കിലെ സാഹചര്യം?
ഗൂഗിൾ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രതിഷേധങ്ങൾ പിന്നീട് വലിയൊരു പ്രക്ഷോഭത്തിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ പോയതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രതിഷേധങ്ങൾ അത് വലിയൊരു പ്രക്ഷോഭവും ഒപ്പം തന്നെ ആക്രമണങ്ങളും ഒക്കെയായി മാറിയതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്, പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. പക്ഷേ പിന്നാലെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം. അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ പറയുന്നത് ഈ സോനം വാങ്ചുക് നടത്തിയ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങൾ ഒക്കെയാണ് ആ പ്രതിഷേധം ജനക്കൂട്ടത്തെ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ അടക്കം വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലടക്കം അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ എൻജിഒയ്ക്കെതിരെ CBI കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ എൻജിഒയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നും വിദേശത്ത് നിന്നുമുള്ള പണം ക്രമരഹിതമായി എൻജിഒ വഴി വന്നിട്ടുണ്ട് എന്നും ഒക്കെയുള്ള ഒരു പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു CBI കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. സോനം വാങ്ചുക്കിനോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് CBI വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്ന വിവരം. ഇതിനെ തുടർന്ന് പിന്നീട് ഈ എൻജിഒയുടെ ലൈസൻസും കേന്ദ്രം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സോനം വാങ്ചുക്കിന്റെ എൻജിഒയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ ഈ ഫെമ ആക്ട്, ഫോറിൻ മണി ആക്ട് മായി ബന്ധപ്പെട്ട് കൃത്യമായി ആ ആക്ടുകൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ വിദേശത്ത് നിന്നടക്കം പണം സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക. കാരണം ഈ എൻജിഒയ്ക്ക് വിദേശത്ത് നിന്നൊക്കെ വലിയ തോതിൽ പണം കിട്ടിയതായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ED പരിശോധിക്കുക. ഗൂഗിൾ ശരി, ഒരുപാട് പ്രേക്ഷകർ അവധിയുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴയുടെ സാഹചര്യത്തിലാണ്. മഴ ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ്. അതൊരു പക്ഷേ 10 മണിക്ക് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ജില്ലാ കളക്ടർക്ക് അവധി നൽകാൻ, മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിരുവനന്തപുരത്ത് അവധി നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. മറ്റ് ജില്ലകളിൽ ഇതുവരെയും അവധി പ്രഖ്യാപനങ്ങളോ നിർദ്ദേശങ്ങളോ വന്നിട്ടില്ല. തിരുവനന്തപുരത്താണ് ഇപ്പോൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴ പെയ്യുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും, ഒപ്പം മധ്യകേരളത്തിലും ശക്തമായ മഴയുണ്ട്. ഒരുപക്ഷെ 10 മണിയോടുകൂടി ഈ മഴ മുന്നറിയിപ്പുകൾ മാറാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രി കളക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാസർഗോഡ് 4 മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗം സജീഷാണ് മരിച്ചത്. പുലർച്ചെ മയക്കുമരുന്ന് കേസിലെ അന്വേഷണത്തിനിടെയാണ് അപകടം. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ദാരുണമായ സംഭവമാണ്. ഈ പരിക്കേറ്റ പോലീസുകാരന്റെ ആരോഗ്യനില എങ്ങനെ? ഇപ്പോൾ അരുൺ അപകട സ്ഥലത്താണോ ഉള്ളത്? ഗൂഗിളിൽ ഞാനിപ്പോൾ അപകട സ്ഥലത്താണുള്ളത്. ഇതാണ് വാഹനം, അതായത് ആൾട്ടോ കാർ. ഇതാണ് പോലീസുകാർ സഞ്ചരിച്ച ആൾട്ടോ കാർ. ഇതാണ് പുലർച്ചെ 2:45 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. പുലർച്ചെ 2:45 കൂടി കഴിഞ്ഞ ദിവസം ഒരു MDMA കേസ് ബേക്കൽ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡൻസാഫ് സംഘം പിടിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇവിടേക്ക് അവർ എത്തിയത്. ഇവിടെയാണ് അതിൻ്റെ ഒരു സോഴ്സ് എന്നൊരു വിവരമൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇവിടേക്ക് എത്തുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 2:45 കൂടി ഈ ഒരു ഫ്ലൈ ഓവർ, അതായത് ദേശീയപാത 66 ആ ഫ്ലൈ ഓവറിന് അടിയിലൂടെ അണ്ടർപാസിലൂടെ ഈ വാഹനം ഈ എതിർ ദിശയിലേക്ക് വരികയായിരുന്നു. അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന, ചെർക്കളയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ദിശയിലേക്ക് വാഹനം കയറി. ആ സമയത്താണ് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. ഈ കാറ് ബ്രേക്ക് ചെയ്തില്ല എന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്, ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഈ അപകടമുണ്ടായ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇത് ഇവർ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി ഇവർ വന്നതാണ് കാറ്. നേരിട്ട് ടിപ്പർ അങ്ങനെ വരുന്നുണ്ടായി. അപ്പം ഈ കുറച്ചുകൂടി മുമ്പോട്ടെടുത്തു. ഈ കാറ് മുമ്പോട്ടെടുത്തതിന് ശേഷം ഇടിച്ച് ഒരു 10 മീറ്ററോളം മുമ്പോട്ട് കൊണ്ടുവന്നത്. നല്ല പരിക്കുണ്ടായിരുന്നു? പരിക്ക് സ്പോട്ടിൽ തന്നെ കുറച്ച് ആള് ഇതുണ്ടായി. എനിക്കൊന്നും ഉണ്ടായില്ല. കൂടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാരുടെ ആരോഗ്യനില എങ്ങനെയായിരുന്നു? കൂടെ ഉണ്ടായത് നിസ്സാര പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും കൂടെ ആദ്യം മറ്റൊരു കാറ്, നമ്മളിവിടെ സുഹൃത്തിൻ്റെ കാറുണ്ടായി. കാറിൽ മരിച്ച ആൾ ആ ഭാഗത്ത് ഇടി കൊണ്ട ഭാഗത്തിരുന്ന ആളാണ്. മരിച്ച ആൾ ഇടി കൊണ്ട ഭാഗത്തുണ്ടായ ആളാണ് മരിച്ചത്. അത് ആ ഇടീൻ്റെ വേഗത്തിൽ ഞങ്ങൾ അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായി. നല്ല പൊന്ത എനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കാറിൽ കയറ്റി
ഡ്രൈവറെ ഇറക്കിയിട്ട് ആ സൈഡ് ഡോറ് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രൈവറെ ഇറക്കിയിട്ട് മറ്റേ സൈഡിൽ കൂടി ഇറക്കിയിട്ട് കാറിലിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ അല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ മറ്റേ ഡ്രൈവറെ ബൈക്കിൽ കൊണ്ടുപോയി. ഗൂഗിൾ എന്തായാലും ഈ പരുക്കേറ്റ സുഭാഷ് ചന്ദ്രന് നിസ്സാര പരുക്കേ ഉള്ളൂ എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. തൊട്ടടുത്താണ് AK നായനാർ ഹോസ്പിറ്റൽ, അവിടെയാണ് സുഭാഷ് ചന്ദ്രനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സജീഷാണ് ഈ വാഹനം ഇടിച്ചു കയറിയ ടിപ്പർ ലോറി ഇടിച്ചു കയറിയ ഭാഗത്തിരുന്നത് സജീഷാണെന്ന് പറയുന്നു. പുലർച്ചെ 2:45 കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കേസന്വേഷണത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഗൂഗിൾ കാസർഗോഡാണ് പോലീസുകാരന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. സജീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡ്യൂട്ടിക്കിടെ വാഹനാപകടത്തിൽ മരിച്ചത്. അരുൺ പാറക്കലാണ് അപകട സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് അവധിയിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്, പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്നുകൂടി ജില്ലാ കളക്ടർ അറിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഇന്ന് അവധിയാണ്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ഇനി വാർത്താലോകം. ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ അമേരിക്ക വിസ നിഷേധിച്ചതിനെ തുടർന്ന് വീഡിയോയിലൂടെ സംസാരിക്കുകയായിരുന്നു മഹ്മൂദ് അബ്ബാസ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഈ മഹ്മൂദ് അബ്ബാസിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഹമാസിനെ മാറ്റി നിർത്തി ഒരു സർക്കാരൊക്കെ രൂപീകരിക്കാൻ തയ്യാറാണ്, ഹമാസാണ് അവിടെ സമാധാനത്തിന് വിലങ്ങുതടിയാവുന്നത് എന്ന തരത്തിലുള്ള US പ്രതികരണത്തിന് പിന്നാലെ ഇപ്പോൾ കടുത്ത നിലപാടുകൾ US സ്വീകരിക്കുമ്പോൾ പോലും ഇനിയും അവിടെ ഒരു സമാധാന സാധ്യത തേടുകയാണോ പലസ്തീൻ? ഗുഡ് മോർണിംഗ് ഗോകുൽ പറഞ്ഞതാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് പൊതുസഭയിൽ സംഭവിച്ചത്. പാലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കായിരുന്നു. ഗസയിലെ ഇസ്രയേലിന്റെ നടപടികളെ യുദ്ധ കുറ്റകൃത്യങ്ങൾ എന്ന് അപലപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതുകൂടാതെ പാലസ്തീനികൾ അവരുടെ ഭൂമി ഉപേക്ഷിക്കുമെന്നുള്ള ഏതൊരു ധാരണയും ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നതിന് വേണ്ടിയായിരുന്നു. അത് മാത്രമല്ല 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ അബ്ബാസ് അപലപിക്കുകയും ചെയ്തു. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ പാലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗസയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ പാലസ്തീൻ അതോറിറ്റി തയ്യാറാണ്. യുദ്ധത്തിന് ശേഷം ഹമാസിന് ആ പ്രദേശം ഭരിക്കുന്നതിലൊന്നും ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് മഹ്മൂദ് അബ്ബാസ് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിനോട് ആയുധം താഴെ വയ്ക്കാനാണ് അദ്ദേഹം പൊതുസഭയിൽ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടത്. ഒരു സായുധ രാഷ്ട്രം ഒന്നും വേണ്ട എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുകയാണെന്നും പറഞ്ഞു. ഈ UN പൊതുസഭയുടെ പിന്തുണയോടെ ഒരു സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടും സൗദി അറേബ്യ, ഫ്രാൻസ്, അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടും ഒക്കെ സഹകരിക്കാൻ തയ്യാറാണെന്നും അബ്ബാസ് പറഞ്ഞു. ഗോകുൽ, പക്ഷേ അതേസമയം ഈ ഭരണത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടായിരിക്കില്ലെന്നുള്ള മുഹമ്മദ് അബ്ബാസിന്റെ പ്രസ്താവന ഹമാസ് തള്ളിക്കളയുകയുണ്ടായി. ആയുധം താഴെ വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഹമാസ് പറഞ്ഞു. ഗസയിലെ കാര്യങ്ങളൊക്കെ അവിടുത്തെ പാലസ്തീനികൾ തീരുമാനിക്കട്ടെ എന്നാണ് ഹമാസിന്റെ നിലപാട്. ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മഹ്മൂദ് അബ്ബാസ് നേരത്തെയും ഹമാസിനെ തള്ളി പറഞ്ഞിരുന്നു, ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. പക്ഷേ പലസ്തീൻ വിട്ട് ഇനിയൊരു പലായനത്തിനില്ല, അല്ലെങ്കിൽ അവിടെ വിട്ടു പോകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്ന എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വിദേശ മരുന്നുകൾക്ക് 100% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒക്ടോബർ 1 മുതൽ നടപടി പ്രാബല്യത്തിൽ വരും. അമേരിക്കൻ നിർമ്മിതമല്ലാത്ത ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ബാധകമാണ്. അമേരിക്കയിൽ ഫാക്ടറികളുള്ള കമ്പനികൾക്ക് വിദേശ കമ്പനികളിൽ നിന്ന് അധിക തീരുവ ചുമത്തില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കിച്ചൺ ക്യാബിനറ്റിനും സോപ്പ്, ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും 50% തീരുവ ചുമത്തും. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് വ്യക്തമാക്കി. താമസ വിസ ദുരുപയോഗം ചെയ്ത കൂടുതൽ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് UAE. 161 ആളുകൾക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. വ്യാജ കമ്പനികൾ സ്ഥാപിച്ച ആളുകൾക്ക് വിസ നൽകിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഇന്ത്യക്കാരായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ വലിയ ഒരു നടപടി വന്നിരിക്കുന്നത്. അതായത് ഇവിടെ വ്യാജ കമ്പനികൾ സ്ഥാപിക്കുക, അതിൽ നിരവധി വിസകൾ ലഭ്യമാക്കുക, ഇത് ആളുകൾക്ക് നൽകി പണം ഈടാക്കുക. അതോടൊപ്പം തന്നെ വ്യാജ കമ്പനികൾ ഈ രീതിയിൽ സ്ഥാപിച്ച് ആളുകളെ UAE-യിലേക്കൊക്കെ കൊണ്ടുവന്ന ശേഷം തൊഴിലാളികളുടെ താമസ പദവി ശരിയാക്കാതെ ഈ സ്ഥാപനങ്ങൾ പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടുക. ഇത്തരത്തിലായിരുന്നു ഈ ഒരു തട്ടിപ്പ് സംഘം ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 161 ആളുകൾക്കെതിരെയാണ് ദുബായ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികൾക്കെതിരെ 15.2 കോടി ദിർഹം പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പിഴ ഈടാക്കിയ ശേഷം ഈ മുഴുവൻ പ്രതികളെയും നാടുകടത്തുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. GDRFA താമസ കുടിയേറ്റ വകുപ്പ് നൽകിയിട്ടുള്ള ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പബ്ലിക് പ്രോസിക്യൂഷൻ ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയത്. ഈ ഒരു അന്വേഷണത്തിന് ശേഷം കമ്പനികളുടെ ഓഫീസുകൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഈ കമ്പനികളൊക്കെ നൽകിയിട്ടുള്ള ഈ താമസ വിസകൾ നിയമവിരുദ്ധമായി നേടുന്നതിന് മാത്രമായിട്ടാണ് ഈ ഒരു കമ്പനികൾ സ്ഥാപിച്ചത് എന്ന് കണ്ടെത്തിയെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ വലിയ തോതിലുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരം നടപടികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാന വിഷയത്തിൽ ഇത്തരത്തിൽ വിസ നൽകിയതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യക്കാരായിട്ടുള്ള 21 ആളുകൾക്കെതിരെ അധികൃതർ നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. ഇവർക്ക് 25 ദശലക്ഷം പിഴ ചുമത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ബീഹാറിൽ സ്ത്രീകളുടെ സ്വയം തൊഴിൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി 10,000 രൂപ നേരിട്ട് ലഭിക്കുന്നതാണ് പദ്ധതി. രാവിലെ 11 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം. 75 ലക്ഷം സ്ത്രീകൾക്കാണ് പദ്ധതിയിലൂടെ 10,000 രൂപ ലഭിക്കുക. 7,500 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. സ്വയം തൊഴിൽ വിജയിച്ചാൽ അടുത്ത ഘട്ടങ്ങളിലായി 2 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി BJP. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായി നിയമിച്ചതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് ബീഹാറിലെത്തും. പാർട്ടി നേതാക്കളുടെ നിർണായക യോഗം ഇന്ന് നടക്കും. സരൺ, ചമ്പാരൻ ഡിവിഷനുകളിൽ പെടുന്ന 10 ജില്ലകളിലെ BJP പ്രവർത്തകരുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും. പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജം പകരുകയും തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുകയുമാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കീഴിലുള്ള ക്യാമ്പസുകളിലെ കൾച്ചറൽ ഫെസ്റ്റായ കലൈഡോ KMCT 2025 സംഘടിപ്പിച്ചു. നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. 7 ക്യാമ്പസുകളിലെ 12,000-ലധികം വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും കഴിവും പ്രദർശിപ്പിക്കുന്നതിനായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ നവാസ് KM അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിന്ദു, ഡോക്ടർ അരുൺലാൽ BB തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. NDPS കേസുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടി ഹൈക്കോടതി. സംസ്ഥാനത്തെ വിവിധ കോടതികളിലായി 7,202 NDPS കേസുകൾ കെട്ടിക്കിടക്കുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് കോഴിക്കോടും ഇടുക്കിയിലും മാത്രമാണ് NDPS കോടതികളുള്ളത്. കേസുകളുടെ എണ്ണം പെരുകുകയാണ്. എറണാകുളത്ത് 1,295, തിരുവനന്തപുരത്ത് 902, പാലക്കാട് 902, മഞ്ചേരി 777 ഇങ്ങനെ നീളുന്നു NDPS കേസുകളുടെ എണ്ണം. ഈ സാഹചര്യത്തിലാണ് എല്ലാ ജില്ലകളിലും NDPS കോടതികൾ സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞത്. ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ട് വൈകുന്നതാണ് കേസുകൾ കെട്ടിക്കിടക്കാനുള്ള പ്രധാന കാരണം. ഒപ്പം ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. നിലവിൽ പ്രതിദിനം സംസ്ഥാന വ്യാപകമായി 50ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വരും മാസങ്ങളിൽ ഈ കണക്ക് വർദ്ധിക്കും. നിലവിലുള്ള കേസുകളുടെ വിചാരണ നടപടികളടക്കം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ചു കയറി 2 തട്ടുകടകൾ തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. താമരശ്ശേരി ചുരത്തിൽ അടിവാരത്തിന് സമീപം 28-ാം മൈലിലാണ് അപകടം. രാത്രി വരെ കച്ചവടം ചെയ്തെങ്ങാൻ രാത്രി 10 മണിക്ക് പോയതാണ് ഞങ്ങൾ അടുത്തിട്ടെങ്ങാൻ. അപ്പോൾ കണ്ടമാനം സാധനങ്ങളും 2 കുട്ടിയും സാധനങ്ങളും അതിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും നശിച്ചു പോയിരിക്കുന്നു. 2-2.25 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് നഷ്ടത്തിൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് പോയിരിക്കുന്നു. ജീവിക്കാൻ വേറൊരു മാർഗമില്ലായിട്ട് ചെയ്യുന്ന ഞാനാണെങ്കിൽ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള ഒരാളാണ്. അപ്പം മരുന്ന് വാങ്ങാനെല്ലാം കൂടി ഇതിനെക്കൊണ്ടാണ് ജീവിതം കഴിയൽ. ഞങ്ങൾ 2 കുടുംബം അതിനെക്കൊണ്ട് ജീവിതം കഴിയുന്നത്.
നിഖിൽ പ്രമേഷുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, ഉപജീവനമാർഗം ഇല്ലാതായ ഒരു സങ്കടം ആ മനുഷ്യന്റെ വാക്കുകളിലുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റയാളുടെ ആരോഗ്യനില എങ്ങനെ? ഒപ്പം ചുരത്തിൽ ഗതാഗതക്കുരുക്കോ മറ്റ് തടസ്സങ്ങളോ ഉണ്ടോ ഈ അപകടം കാരണം? ഗോകുൽ, ഗുഡ് മോർണിംഗ്. താമരശ്ശേരി ചുരത്തിലേക്ക് പ്രവേശിക്കുന്ന അടിവാരത്തിന് സമീപം 28-ാം മൈലിലാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 മണിയോട് കൂടിയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ചു കയറിയാണ് ഈ 2 തട്ടുകടകളും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വളരെ വൈകിയൊക്കെ പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ്. പക്ഷെ ഇന്നലെ ഈ കട 1:30 ആകുമ്പോഴേക്കും അടച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ കടയിൽ ആ സമയത്ത് ഉണ്ടാകേണ്ടിയിരുന്നതായിരുന്നു. എന്തായാലും ഒരു വലിയ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമാണ്. അതൊരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും 2 പേരുടെ ഉപജീവന മാർഗം ഇല്ലാതായി എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അടിവാരം പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നും എത്തിയ SI ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്തി ഈ പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. ഗോകുൽ. ശരി, നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെള്ളായണിയിലെ നൃത്താധ്യാപകന്റെ മരണത്തിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി കുടുംബം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. രാഷ്ട്രീയ, മത, സാമുദായിക സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് ആക്ഷൻ കൗൺസിൽ. സമഗ്ര നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മഹേഷിന്റെ കുടുംബത്തിന് പുറമെ ആക്ഷൻ കൗൺസിലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിയിൽ തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. എയിംസിനെ ചൊല്ലി സംസ്ഥാന BJPയിൽ ഭിന്നത തുടരുന്നു. എയിംസ് കേരളത്തിൽ എവിടെ വരണമെന്നത് സംബന്ധിച്ച് ഏകാഭിപ്രായമില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജില്ലാ അധ്യക്ഷന്മാർ മുതൽ കേന്ദ്രമന്ത്രിമാർ വരെയുള്ളവർക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ്. എയിംസിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അതിനിടെ എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തെ സമീപിച്ചെന്ന വാർത്ത സംസ്ഥാന നേതൃത്വം നിഷേധിച്ചു. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലിൽ കുറിച്ചു. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ നാളെ കൊല്ലത്ത് ചേരുന്ന BJP സംസ്ഥാന സമിതി യോഗത്തിലും എയിംസ് വിഷയം ചർച്ചയാകാനാണ് സാധ്യത. എയിംസിൽ സംസ്ഥാന നേതൃത്വം ഏകാഭിപ്രായം പറയണമെന്ന വിമർശനം കഴിഞ്ഞ കോർ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തേക്കില്ല. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗ മിനിറ്റ്സ് തിരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാതി. എന്നാൽ ഈ പരാതി നിയമപരമായി നിലനിൽക്കില്ലെന്ന ഉപദേശമാണ് പോലീസിന് ലഭിച്ചത്. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന VC മിനിറ്റ്സ് തിരുത്തിയെന്ന പരാതി നിലനിൽക്കില്ലെന്നാണ് പോലീസ് വിലയിരുത്തൽ. നോക്കാം ചില ദേശീയ വാർത്തകൾ വേഗത്തിൽ. യുവഗായകൻ സുബീൻ ഗാർഗിന്റെ മരണം അന്വേഷിക്കാൻ DGPയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘത്തെ നിയോഗിച്ച അസം സർക്കാർ. സിംഗപ്പൂരിൽ സുബീൻ ഗാർഗിനൊപ്പം സ്കൂബ ഡൈവിംഗ് സമയത്തൊപ്പമുണ്ടായിരുന്ന സംഗീതജ്ഞൻ ശേഖർ ജ്യോതി ഗോസ്വാമിയെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടം നേരിട്ട കർഷകരെ സഹായിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹായം തേടി മഹാരാഷ്ട്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം സമർപ്പിച്ചെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ഒക്ടോബറിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കും. ഇന്തോ കനേഡിയൻ ബന്ധത്തിൽ വിള്ളൽ വീണതിന് ശേഷമുള്ള കനേഡിയൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം നിർണായകമെന്നാണ് വിലയിരുത്തൽ. ഡൽഹിയിൽ 1 കോടി രൂപയുടെ സ്വർണം കവർന്നു. 1/2 കിലോ സ്വർണവും 35 കിലോ വെള്ളിയുമാണ് കവർന്നത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. കൂടത്തായി റോയ് തോമസ് വധക്കേസിൽ സാക്ഷി വിസ്താരം തുടരുന്നു. മാറാട് പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വോഡാഫോൺ, ജിയോ, BSNL കമ്പനികളിലെ നോഡൽ ഓഫീസർമാരെ ഇന്ന് വിസ്തരിക്കും. 1-ാം പ്രതി ജോളി, 2-ാം പ്രതി MS മാത്യു, 4-ാം പ്രതി മനോജ് എന്നിവരുടെ കോൾ വിശദാംശങ്ങൾ തെളിയിക്കുന്നതിനാണിത്. കേസിലെ 252-ാം സാക്ഷി ഭാരതി എയർടെൽ കേരള സർക്കിൾ നോഡൽ ഓഫീസർ K വാസുദേവൻ, ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന ലുക്മാൻ എന്നിവരുടെ വിസ്താരം നേരത്തെ നടന്നിരുന്നു. നോക്കാം ചില അറിയിപ്പുകൾ. എറണാകുളം കോട്ടയം പാതയുടെ ഭാഗമായ കാഞ്ഞിരമറ്റം മില്ലുങ്കൽ പുത്തൻകാവ് റോഡിൽ ടാറിംഗ് നടത്തുന്നതിനാൽ ഇന്ന് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോടഞ്ചേരി, വേളങ്കോട് ചർച്ച്,
മൈക്കാവ് നമ്പർ 2, വിജിൽ, മുല്ല ട്രാൻസ്ഫോമർ എന്നീ പരിധികളിലാണ് വൈദ്യുതി മുടങ്ങുക. പകൽ 8 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും വൈദ്യുതി മുടക്കം. എറണാകുളം ചെല്ലാനം പുത്തൻതോട് സർക്കാർ HSSൽ ഹൈസ്കൂൾ വിഭാഗം ഗണിത അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. തൃശൂർ അയ്യന്തോൾ റോഡിൽ പടിഞ്ഞാറേക്കോട്ട മുതൽ ടൊയോട്ട ജംഗ്ഷൻ വരെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പണി പൂർത്തിയാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും അധികൃതർ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപക ഒഴിവ്. അഭിമുഖം 29-ന് രാവിലെ 10 മണിക്ക് നടക്കും. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.